എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മാധ്യമ കണ്ണുകൾ ഒന്നാകെ ആ പ്രദേശത്തേക്ക് പോയപ്പോൾ ആ ഡ്രൈനേജിനകത്തേക്ക് ഇതാ ബുൾഡോസറിൻ്റെ ആ മുൻവശത്ത് കയറി സൈന്യം പോകുന്നു എന്നാണ് നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത്, റിപ്പോർട്ട് ചെയ്തിരുന്നത്. നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് പറയേണ്ടി വന്നു, ഇത് സൈന്യമല്ല, ഇത് കേരളത്തിന്റെ സൈന്യമാണ്, ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡാണ് ഈ ബുൾഡോസറിന്റെ മുമ്പിലുള്ളത് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്നു. നിങ്ങൾക്ക് പറയേണ്ടി വന്നതാ. ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ, അതിൽ ഡിവൈഎഫ്ഐ മാത്രമല്ല, അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല, പലരുമുണ്ട്. ഈ സമൂഹത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയിൽ സമൂഹത്തെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ. അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ഈ സമൂഹത്തിൽ, ഈ നാടിന് അത് ബോധ്യമുണ്ട്. അത് നിപ്പയാകട്ടെ, പ്രളയമാകട്ടെ, കോവിഡ് ആകട്ടെ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ നാടിൻ്റെ സമരഭടന്മാരായി ഡിവൈഎഫ്ഐ ഉണ്ടാകാറുണ്ട്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു വെച്ചത് നിങ്ങൾ ചെയ്ത പ്രവൃത്തി എത്രത്തോളം പ്രയാസമുണ്ടാക്കിയ പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. ഈ സഖാക്കളുടെ, ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട വോളണ്ടിയേഴ്സിൻ്റെ എല്ലാം മറന്ന് വീട്ടിൽ പോകാതെ ദിവസങ്ങളോളം ചൂരൽമലയിലും മുണ്ടക്കയിലും പരിസര പ്രദേശത്തുമെല്ലാം ആ നാടിനെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇടപെട്ട ആ സഖാക്കളുണ്ടല്ലോ, അവരെ നോക്കിക്കാണുന്നവരുണ്ടല്ലോ, ആ നോക്കിക്കാണുന്നവരുടെ മനസ്സിലേക്ക്, അവരുടെ മസ്തിഷ്കത്തിലേക്കാണ് നിങ്ങൾ നുണ പറഞ്ഞയച്ചത്. നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച നുണ അതെവിടേക്കാ നിങ്ങൾ കൊടുത്തയച്ചത്? നിങ്ങൾ അത് ഉൽപ്പാദിപ്പിച്ച് അതങ്ങ് പുറത്തുവിട്ടു. അത് പുറത്തുവിട്ടപ്പോൾ ആ നുണ ഏറ്റെടുത്തു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് ചേർന്ന് നിൽക്കുന്ന കുറെ ടീമുണ്ട്, ഇവിടെ സൂചിപ്പിച്ചു. മാധ്യമപ്രവർത്തകരും മറ്റു ചിലര് ഈ യൂട്യൂബർമാരുമാണ്, ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെയാണ് അവർ സ്വയം പറയുക.